ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ക്രിസ്തുവിൽ ഒരിക്കൽ കൂടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസവും നമ്മുടെ വീണ്ടെടുപ്പിനെ കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിപ്പാനായിട്ട് ഇടയായി. തുടർന്നും നമ്മുടെ വീണ്ടെടുപ്പിനെ കുറിച്ചാണ് നമുക്ക് ഇവിടെയും കാണുവാനായിട്ട് കഴിയുന്നത്. അഥവാ ഇന്ന് നമ്മെ ദത്തു മക്കളാക്കി ദൈവം വേർതിരിച്ചിരിക്കുന്ന അനുഭവമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തില് അവിടെ പറയുന്നു, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അഥവാ ഇന്ന് നാം പൂർണ്ണമായി ആ പ്രായപൂർത്തിയിൽ ആയിട്ടില്ല. ഈ ലോകത്തിൽ പൂർണ്ണ അവകാശം, പൂർണ്ണ രക്ഷ നമുക്ക് ലഭിക്കുന്നില്ല. അത് നിത്യതയിൽ മാത്രമാണ് ആ പൂർണ്ണ അവകാശം നമുക്ക് ലഭിക്കുന്നത്. ഇന്നൊരു ദത്ത് മക്കളെ പോലെ നാം ആയിരിക്കുന്ന അവസ്ഥയാണ്. അഥവാ ഇന്ന് അവകാശത്തിന്റെ ആദ്യ ഗഡുവായിട്ട് നമ്മെ പരിശുദ്ധാത്മാവിനാൽ മുദ്ര വെച്ചിരിക്കുക. നമുക്കറിയാം, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ മുദ്ര, ഗവൺമെന്റിന്റെ മുദ്ര ഒക്കെ ഉള്ളതായ ആ കാര്യങ്ങൾക്കെല്ലാം ആ സ്ഥാപനങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. നമുക്കറിയാം, ചില മുദ്ര വെച്ച പേപ്പറുകൾ ഒരു ജോലിയുടേതായിരിക്കാം, മറ്റെന്തിന്റെയെങ്കിലും ഒരു മുദ്ര വെച്ച ഔദ്യോഗികമായ കത്ത് ലഭിക്കുമ്പോൾ ആ ജോലി ലഭിച്ചതുപോലെ തന്നെയാണ് ആ ഓർഡർ നമ്മൾ കൈപ്പറ്റുന്നത്. അങ്ങനെ നമ്മെ ആ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ നിത്യതയ്ക്കായിട്ട് അവിടുന്ന് മുദ്ര വെച്ചിരിക്കുന്നു. നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണം നിത്യതയിലാണ് നമുക്ക് പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിയുന്നത്. ഈ പ്രത്യാശയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് റോമാലേഖനം 8-ന്റെ 24 വീണ്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അത് ഭാവി പ്രത്യാശയാണ്. ആ പ്രത്യാശയാൽ നാം ഇന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അഥവാ നേരത്തെ ചിന്തിച്ചതുപോലെ അതിന്റെ ആദ്യ ഗഡു നാം പ്രാപിച്ചിരിക്കുന്നു. അതെങ്ങനെയാണ്? വിശ്വാസത്താൽ നമ്മൾ പ്രാപിച്ചിരിക്കുകയാണ്. നമ്മൾ കണ്ടിട്ടില്ല. വിശ്വാസത്താൽ ആ ഭാവി പ്രത്യാശ, അഥവാ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്, ആ നിത്യത, ഇതെല്ലാം ഇന്ന് നമ്മൾ വിശ്വാസത്താൽ കാണുകയാണ്. നമ്മുടെ കർത്താവിലുള്ള വിശ്വാസത്താൽ നമുക്ക് വേണ്ടി ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് പകരമായി ക്രൂശിൽ യാഗമായി തീർന്ന് നമ്മെ വീണ്ടെടുത്ത ആ പ്രത്യാശയാണ് ഇവിടെ ഇന്ന് നാം വിശ്വാസത്താൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ പ്രിയമുള്ളവരെ, ആ പ്രത്യാശയ്ക്ക് വേണ്ടി പൂർണ്ണമായി നമുക്ക് കാത്തിരിക്കാം. ഇതേവരെ കർത്താവിനെ പൂർണ്ണമായി രക്ഷിതാവായി സ്വീകരിപ്പാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ എത്രയും വേഗം കർത്താവിനെ സ്വന്തം രക്ഷിതാവായി, കർത്താവായി അംഗീകരിപ്പാനുള്ള അവസരമാണ് ഈ ഭൂമിയിൽ ദൈവം മാനവകുലത്തിന് നൽകിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രത്യാശയ്ക്കായി നമുക്ക് ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടെടുപ്പിൻ നാളടുത്തിതാ, മാറ്റൊലി ഞാൻ കേട്ടിടുന്നിതാ. വീണ്ടെടുപ്പിൻ നാളടുത്തിതാ, മാറ്റൊലി ഞാൻ കേട്ടിടുന്നിതാ. ലോകമെങ്ങും പോകാം, സാക്ഷികളായി തീരാം, കാലമെല്ലാം തീരാറായല്ലോ. ലോകമെങ്ങും പോകാം, സാക്ഷികളായി തീരാം, കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ.
സർവായുധം കോട്ട കാത്തുകൊള്ളുക, ക്രിസ്തു തന്നെ സേനാനായകൻ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. ദേശത്തിന്റെ കാവൽ ചെയ്തിടും കാവൽക്കാരാ രാത്രി എന്തായി? ദേശത്തിന്റെ കാവൽ ചെയ്തിടും കാവൽക്കാരാ രാത്രി എന്തായി? ദൂരെ നിന്നു കേൾക്കും നാദമെന്റെ കാതിൽ, കാവൽക്കാരാ രാത്രി എന്തായി?